ഹായ്, എല്ലാവർക്കും ഡോട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ടൈമുകളായി നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. ഇപ്പോൾ ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അത് അഡ്രിനാലിനാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിനാണ്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഇൻസുലിനാണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിനാണ്. അപ്പോൾ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? അത് പെപ്സിനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. കാൽ വിരലുകളിലെ അസ്ഥികൾ ഫലാഞ്ചസ് ആണ്. 14 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ കാൽ വിരലുകളിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഫലാഞ്ചസ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം കാൽഷ്യമാണ്. അപ്പോൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതാണ്? അത് കാൽഷ്യമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. അപ്പോൾ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. വൃക്കയുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന രക്ഷാ നടപടി ഡയാലിസിസ് ആണ്. വൃക്കയുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാനുള്ള രക്ഷാ നടപടി ഏതാണ്? അത് ഡയാലിസിസ് ആണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദന റീനൽ കോളിക്കാണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദന എന്താണ്? റീനൽ കോളിക്കാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം അത് കരളാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? അത് കരളാണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിനാണ്. അപ്പോൾ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ. O രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയുമാണ്. അപ്പോൾ O രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ഏതൊക്കെയാണ്? ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയുമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അപ്പോൾ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് പ്ലീഹയാണ്. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനീഭിത്തികളിൽ അവ അടിഞ്ഞുകൂടുന്ന അവസ്ഥ അഥീറോസ്ക്ലിറോസിസ് ആണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനീഭിത്തികളിൽ അവ അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ പറയുന്ന പേര് അഥീറോസ്ക്ലിറോസിസ് ആണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളാണ്. അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളെ പറയുന്ന പേരെന്താണ്? സിരകളാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ അത് ധമനികളാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? അവ ധമനികളാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ അവ സിരകളാണ്. അപ്പോൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളെ പറയുന്ന പേരെന്താണ്? സിരകളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അത് ധമനികളാണ്. അപ്പോൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ പറയുന്ന പേരെന്താണ്? അവ ധമനികളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. അപ്പോൾ ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനിയാണ്. അപ്പോൾ അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനിയാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല സിമൻ്റമാണ്. അപ്പോൾ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാണ്? അത് സിമൻ്റമാണ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പുരുഷന്മാരിൽ 14.5 mg/100 ml. സ്ത്രീകളിലാണെങ്കിലോ 13.5 mg/100 ml. അപ്പോൾ മനുഷ്യരിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പുരുഷന്മാരിലാണെങ്കിൽ 14.5 mg/100 ml. സ്ത്രീകളിലാണെങ്കിൽ 13.5 mg/100 ml. ഹൃദയ അറകളുടെ വിശ്രാമാവസ്ഥ അറിയപ്പെടുന്ന പേര് അത് ഡയസ്റ്റോളിയാണ്. അപ്പോൾ ഹൃദയ അറകളുടെ വിശ്രാമാവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഡയസ്റ്റോളിയാണ്. ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രോണൈറ്റുകളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം സിനാപ്സാണ്. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ ആക്സോണൈറ്റുകളും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രോണൈറ്റുകളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം എന്താണ്? അത് സിനാപ്സാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി അത് 10ാമത്തെ ശിരോനാഡി എന്നറിയപ്പെടുന്ന വാഗസ് നാഡിയാണ്.
അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി ഏതാണ്? അത് 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്ന വാഗസ് നാഡിയാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോ തലാമസാണ്. അപ്പം വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? അത് ഹൈപ്പോ തലാമസാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കൊഴലുകൾ അത് ലോമികകളാണ്. അപ്പോൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കൊഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ലോമികകളാണ്. റെഡ് ബീഫ് ടങ് ഏത് ജ്ഞാനേന്ദ്രിയത്തെ ബാധിക്കുന്ന രോഗമാണ്? നാവിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ റെഡ് ബീഫ് ടങ് ഏത് ജ്ഞാനേന്ദ്രിയത്തെ ബാധിക്കുന്ന രോഗമാണ്? അത് നാവിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.